അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. NBS ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച തർത്തീബ് വൈജ്ഞാനിക പ്രോഗ്രാമിൽ ഇന്ന് സമർപ്പിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണ നിയമങ്ങളും ചുരുങ്ങിയ രൂപത്തിലുള്ള അർത്ഥവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നാഫിയായ ഇൽമിനെ ഏറ്റിത്തരുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട സൂറത്താണ്. കാരണം നമ്മുടെ 5 വക്ത് നമസ്കാരങ്ങളിൽ നിർബന്ധമായും നാം പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് വല്ല പിഴവും സംഭവിച്ചാൽ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തുലായി പോകും. അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. എങ്ങനെയാണ് തെറ്റില്ലാതെ ഫാത്തിഹ സൂറത്ത് ഓതുക? ഫാത്തിഹ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ തന്നെ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ശക്തിയായ സുന്നത്താണല്ലോ അഊദ് ഓതുക എന്നുള്ളത്. ആ സുന്നത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതും തെറ്റില്ലാതെ പാരായണം ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അഊദു എന്ന പദത്തിലെ ആ കഴിഞ്ഞതിന് ശേഷമുള്ള ഐൻ പലരും ഉച്ചരിക്കാറില്ല. അഊ എന്ന് ഐൻ തന്നെ പറയണം. ഔ എന്ന് ഹംസ പറഞ്ഞാൽ തെറ്റാണ്. പിന്നെ ദാല് പല്ലിൽ ടച്ച് ചെയ്യണം. അഊദു ബില്ലാഹി, അവിടെയുള്ള ഹ ബില്ലാഹി അത് വ്യക്തമായി കേൾക്കണം. ബില്ലാഹി എന്ന് ഹംസയോ യാഓ ആയിട്ട് പറയാൻ പാടില്ല. മിനശ് ശൈത്വാനി, മിനശ എന്നാണ്. മിനശ എന്ന് ഉച്ചരിക്കുന്നവരുണ്ട്. മിനശ് ശൈത്വാൻ, ഷേ അല്ല, മിനശ എന്നാണ് ഉച്ചരിക്കേണ്ടത്. മിനശ് ശൈത്വോ, തോ എന്ന അക്ഷരമാണ്. വായ നിറയെ ശബ്ദം കൊടുത്തുകൊണ്ട് മിനശ് ശൈത്വോ, മിനശ് ശൈത്വാനിർ റജീം. ജീമ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. നാവിൻ്റെ മധ്യഭാഗം കൊണ്ട് അത് അണ്ണാക്കിലേക്ക് ടച്ച് ചെയ്തുകൊണ്ടാണ് ജീമ് വരേണ്ടത്. അല്ലാത്ത പക്ഷം അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ള ശബ്ദമായിട്ട് മാറും. ജീം ഉച്ചരിക്കുന്ന സമയത്ത് ഒരിക്കലും കാറ്റ് വരാൻ പാടില്ല. കാറ്റ് വന്നാൽ അത് മലയാളത്തിലുള്ള ച ആയിട്ട് മാറും. മിനശ് ശൈത്വാനിർ റജീം, റജീം എന്ന് വരാൻ പാടില്ല. റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബിസ്മില്ലാഹി എന്നതിലെ ആ ഹ തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ 2 സ്ഥലത്തും ഹ എന്ന ശബ്ദമാണ്. അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, അവിടെയും ഹ ശ്രദ്ധിക്കണം. ലില്ലാഹി, അവിടെ ഹ, ലില്ലാഹി സദാ ഹ ആണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ. റബ്ബി എന്ന് പറയുമ്പോൾ കാറ്റ് വരാൻ പാടില്ല. റബ്ബി എന്ന് പറയാൻ പാടില്ല. റബ്ബിൽ ആലമീൻ. ആലമീൻ ഐനാണ്. ചില ആൾക്കാരൊക്കെ റബ്ബിൽ ലാലമീൻ എന്ന് പറയാറുണ്ട്. ലാലമീൻ, റബ്ബിൽ ലാലമീൻ എന്നല്ല. റബ്ബിൽ, ലാമിന് സുക്കൂനാണ്. റബ്ബിൽ പിന്നെ ഐനാണ്. റബ്ബിൽ ആലമീൻ. അടുത്ത ആയത്ത് അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാനിർ റഹീം. ബിസ്മിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അഹ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ റഹ്മാൻ റഹീം ഉണ്ടല്ലോ, അതേ അർ-റഹ്മാനിർ റഹീം എന്നതിലുള്ള ഹായനെ ഇവിടെ ശ്രദ്ധിക്കുക. മാലികി യൗമിദ്ദീൻ. മാലിക്, കാഫ് പറയുമ്പോൾ ഒരു കാറ്റ്.
മാലിക്കി യൗമി എന്നാണ്, യൗമി അല്ല. മാലിക്കി യൗമി എന്ന് പറയുന്നവരുണ്ട്, യൗമി എന്നാണ്. മാലിക്കി യൗമിദ്ദീൻ, യൗമിദ്ദീൻ. ദാല് പറയുമ്പോൾ കാറ്റ് വരാൻ പാടില്ല. യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് താ ആയിട്ട് മാറും, യൗമിദ്ദീൻ എന്നാവും. അത് തെറ്റാണല്ലോ. മാലിക്കി യൗമിദ്ദീൻ. ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എവിടെയും നമ്മൾ കൂടുതലായിട്ട് നീട്ടിയിട്ടില്ല. എല്ലാം ഒരു അലിഫിൻ്റെ ഖദർ മാത്രമേ നീട്ടിയിട്ടുള്ളൂ. കൂടുതൽ നീട്ടൽ, ഇവിടെയൊക്കെ നീട്ടൽ ഹറാമാണ്. നിർത്തുന്ന സമയത്ത് മാത്രം നമുക്ക് കൂടുതൽ നീട്ടാവുന്നതാണ്. ഇത്രയും ആയത്ത് നമുക്ക് എങ്ങനെയാണ് കൂട്ടി ഓതുക? നമ്മൾ അധികവും സ്പീഡിലാണല്ലോ ഫാത്തിഹ ഓതുക. പ്രത്യേകിച്ച് തറാവി നമസ്കരിക്കുമ്പോഴൊക്കെ ചിലരൊക്കെ കൂട്ടി ഓതാറുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെയാണ് കൂട്ടി ഓതുക? കൂട്ടി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആയത്തിൻ്റെയും അവസാനത്തിലുള്ള അക്ഷരത്തിന് ഏത് ഹർക്കത്താണ് ഉള്ളത് ആ ഹർക്കത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ സുക്കൂനാണ് കൊടുത്തത്. എന്നാൽ കൂട്ടി ഓതുന്ന സമയത്ത് സുക്കൂനല്ല കൊടുക്കേണ്ടത്, ഏത് ഹർക്കത്താണോ ഉള്ളത് ആ ഹർക്കത്താണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി, മീ എന്ന് കസ്റ ഉള്ളത്, അപ്പോൾ മീ തന്നെ പറയണം. അൽഹംദ്, അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദു. അൽഹംദു എന്നതിലുള്ള ആ പിന്നെ ഉച്ചരിക്കൂല, കാരണം ഹംസ രണ്ടെണ്ണം ഉണ്ട്. കൂട്ടി ഓതുമ്പോൾ പറയാത്ത ഹംസയുണ്ട്, ആ ഹംസയാണ് അൽഹംദു എന്നതിൽ ഉള്ളത്. അതുകൊണ്ട് ആ ഹംസയെ പറയാതെ ശേഷമുള്ള ലാമിനെയാണ് പറയുക. അർ റഹ്മാൻ റഹീമിലും അങ്ങനെ തന്നെയാണ്, ആ അവിടെയുള്ള ഹംസയെ പറയില്ല. പിന്നെ ഡയറക്റ്റ് റായിലേക്കാണ് പോവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇനി ഫാത്തിഹ സൂറത്തിൻ്റെ ചെറിയ രൂപത്തിലുള്ള ആശയമാണ്. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെക്കുറിച്ച് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ ആയത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ നിന്നാണ് വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തെ പരിപാലിക്കുന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ സ്തുതികളും അള്ളാഹുവിനാകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരാൾ നല്ല കാര്യം ചെയ്താൽ അയാളെ പ്രശംസിക്കാറില്ലേ? അപ്പോൾ ആ സ്തുതിയും ആ പ്രശംസക്കും അർഹൻ അള്ളാഹുവാണോ? അതിനുള്ള മറുപടി അതിനും അർഹൻ അള്ളാഹുവാണ്. കാരണം ഏത് നല്ല കാര്യമാവട്ടെ അതെല്ലാം അള്ളാഹുവാണ് നൽകുന്നത്. നമ്മൾ ആർക്കെങ്കിലും ഒരു 1000 രൂപ കൊടുത്താൽ അതിൻ്റെ പേരിൽ അയാൾ നമ്മെ പ്രശംസിച്ചാൽ യഥാർത്ഥത്തിൽ ഈ 1000 രൂപ കൊടുത്തത് അള്ളാഹു അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മുഖേന കൊടുത്തു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാം നൽകുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്കുള്ള ഏത് നിഅമത്തും അത് നമ്മുടെ അധ്വാനം കൊണ്ടാണെങ്കിലും ഇല്ലെങ്കിലും എല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ നിഅമത്തിനും എല്ലാ സ്തുതികൾക്കും അർഹൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. എന്തുകൊണ്ടാണ് സർവസ്തുതിയും അള്ളാഹുവിനായത്? അതാണ് ശേഷമുള്ള ഭാഗത്തുകൂടെ പറയുന്നത്. അതിൻ്റെ കാരണങ്ങളാണ് അള്ളാഹു റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ ഈ വിശേഷണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സർവസ്തുതിക്കും അർഹനാകാനുള്ള കാരണം അവൻ റബ്ബുൽ ആലമീനാണ്, അഥവാ ലോകത്തെ പരിപാലിക്കുന്നവനാണ്. ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ലോകത്തിൻ്റെ ഉടമസ്ഥനും പരിപാലകനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് സർവസ്തുതി മാർക്കായത്? അള്ളാഹുവിനായത്. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന
ഒരാശയമുണ്ട്. ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ഒരു സൃഷ്ടാവിലേക്ക് ആവശ്യമാണ് എന്നതുപോലെ ആ വസ്തുക്കൾ അവശേഷിക്കുന്ന കാലത്തെല്ലാം അതിനെ നിലനിർത്തുന്ന ഒരാളിലേക്ക് ആവശ്യമാണ് എന്നൊരാശയം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് എല്ലാ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചിട്ട് അവിടെ അങ്ങനെ ഒഴിച്ചിടുകയല്ല ചെയ്തത്. പിന്നെയോ അതിനെ ഘട്ടം ഘട്ടമായിട്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ചു. ഇനി ഓരോ നിമിഷത്തിലും അതിൻ്റെ കാഴ്ച അല്ലാഹു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും അല്ലാഹുവിന് ആ കണ്ണിൻ്റെ കാഴ്ച പിൻവലിക്കാം. കണ്ണിൻ്റെ തർബിയത്ത് അങ്ങനെയാണ് അല്ലാഹു ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ജീവികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സ്തുതിക്കും അർഹൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ എന്താണ് അല്ലാഹു സർവ്വസ്തുതിക്കും അർഹനാകാനുള്ള കാരണം? അതാണ് ശേഷം പറയുന്നത്, അർ-റഹ്മാനിർ റഹീം. അവൻ ആരാണ്? റഹ്മാനും റഹീമും ആയതുകൊണ്ടാണ് സർവ്വസ്തുതിക്കും അർഹനായത്. റഹ്മാനും റഹീമും ആയതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വസ്തുതിക്കും അർഹനായത്. ഇവിടെ റഹ്മാനും റഹീം എന്നത് നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ വന്നല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ വീണ്ടും ആവർത്തിച്ചത്? ഇവിടെ അല്ലാഹു ഹംദിന് അർഹനാണ് എന്ന കാരണം പറയാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു ഹംദിന് അർഹനായത്? ആ കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് തുടങ്ങേണ്ടത്. എന്തുകൊണ്ട്? അവൻ റഹ്മാനും റഹീമുമായതുകൊണ്ട്. റഹ്മാനും റഹീം എന്നതിൻ്റെ വിശദീകരണം നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഇവിടെ എന്തുകൊണ്ട് കൊണ്ടുവന്നു അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അർ-റഹ്മാൻ റഹീം എന്നത് കൊണ്ടുവന്നത് അള്ളാഹു ഹംദിന് അർഹനാണ്, സർവ്വസ്തുതിക്കും അർഹനാണ്. അതിനുള്ള കാരണം എന്താണ്? അവർ റഹ്മാനും റഹീമും ആയതുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അടുത്ത ആയത്ത് മാലിക് യൗമിദ്ദീൻ. മറ്റൊരു കാരണം അള്ളാഹു സർവ്വസ്തുതിക്കും അർഹനാണ്. എന്തുകൊണ്ട്? അവൻ മാലിക് യൗമിദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അള്ളാഹു പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ മാത്രം ഉടമസ്ഥനല്ലല്ലോ, ഈ ലോകത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു തന്നെയല്ലേ? ഈ ദുന്യാവിലെ ദിവസങ്ങളുടെ ഉടമസ്ഥനും അള്ളാഹു തന്നെയല്ലേ? പിന്നെ എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം ഒരു കാരണം ആ ഒരു ദിവസത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അഥവാ പ്രതിഫലം നൽകുന്ന ദിവസത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് സാധാരണ ദുനിയാവിലുള്ള ദിവസം പോലത്തെ ദിവസമല്ല, അത് വല്ലാത്തൊരു ദിവസമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു കാരണം ദുനിയാവിൽ പല വിഷയങ്ങൾക്കും പലരും അധികാരം സ്ഥാപിക്കാറുണ്ട്. എന്നാൽ നാളെ ആഖിറത്തിൽ കൽപ്പനകൾ നടപ്പിലാക്കുന്ന വിഷയത്തിൽ അന്ന് അള്ളാഹു മാത്രമേ ഉള്ളൂ. ദുനിയാവിൽ നമ്മൾ പലതും കൽപ്പിക്കാറുണ്ട്, പലരും പലതിൻ്റെയും ഉടമസ്ഥനാകാറുണ്ട്. എന്നാൽ നാളെ ആഖിറത്തിൽ അതൊന്നും സാധിക്കുകയില്ല. ആഖിറത്തിൽ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവിടെ ഒരാൾക്കും ഒരു അധികാരവുമില്ല. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണ് അന്നത്തെ ദിവസത്തെ അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാം അല്ലാഹുവിനാകുന്നു. അതുകൊണ്ടാണ് ഇവിടെ മാലിക് യൗമിദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന പദം കൊണ്ടുവന്നത്. അപ്പോൾ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അത് വല്ലാത്തൊരു ദിവസമാണ്. ആ ദിവസത്തിൻ്റെ മുഴുവൻ അധികാരവും അള്ളാഹുവിനാണ്. ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവാണ് സർവ്വസ്തുതിക്കും
അർഹനായത്.